എപ്പോഴും നമ്മൾ ക്രാഫ്റ്റ് വീഡിയോ അല്ലേ ചെയ്യാറ്. അപ്പോൾ എന്നാൽ പിന്നെ ഇന്നൊന്ന് മാറ്റി പിടിക്കാം. ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കിയാലോ? വാ നോക്കാം. ഈ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ലീഫ് വരച്ചു കൊടുക്കാം. ഈ ലീഫ് വരച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെയൊക്കെ ആക്കുക. എന്നിട്ട് അതുപോലെയൊക്കെ നമ്മൾ നൈഫ് എടുത്ത് കട്ട് ചെയ്യുക. എൻ്റെ കയ്യിൽ സാധാരണ ഈ ഉരുളക്കിഴങ്ങും കറിക്ക് കട്ട് ചെയ്യുന്ന കത്തി മാത്രമേ ഉള്ളൂ. മറ്റേ നൈഫ് എൻ്റെ അടുത്ത് എടുക്കാൻ മറന്നുപോയി. ഞാനിവിടെ ഹോസ്റ്റലിലാണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഉരുളക്കിഴങ്ങ് ഫ്രൈ ഒന്നല്ല കേട്ടോ, നമ്മളുടെ വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ആണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെയൊക്കെ നമ്മളുടെ ലീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ലീഫാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവസാനം ഞാൻ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല, കാരണം അത് കുറച്ച് ഇൻട്രിക്കേറ്റ് ആയതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ഞാനിവിടെ ഹോസ്റ്റലിൽ ഇട്ടിട്ട് മുഷിപ്പിച്ച ഒരു ഷർട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്ക്രബിൻ്റെ സ്പോഞ്ച് എടുക്കുക. അതിലേക്ക് നമ്മളുടെ ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മളുടെ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ പ്രിൻറ്റ് ചെയ്യുക. ഭയങ്കര സിമ്പിളാടോ. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്നൊന്നും. ആദ്യത്തെ ഞാൻ പ്രസ് ചെയ്തപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തില്ല, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു അപാകത പറ്റി. പക്ഷേ ബാക്കിയെല്ലാം നോക്ക് നിങ്ങൾ, ഇത് മുഴുവൻ ഞാൻ ഇരുന്ന് ചെയ്താൽ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ആ ടീഷർട്ട്. ഇത് ഞാൻ കുറേ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രഷ്നെസ് ഒക്കെ ഒന്ന് പോയിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം ഒന്നും കൂടെ പുതിയതായതുപോലെയുണ്ട്. നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട് ഈ ടീഷർട്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ.